നമസ്കാരം. നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഗൃഹത്തിൽ ആണ് എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ ഊർജങ്ങൾ, ദുർദേവത, ദുർഭൂതം, ദുഷ്ടശക്തി കുടിയിരുന്നാൽ കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും ലളിതമായ പരിഹാരങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ അറിയാം. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു വീട്ടിൽ കാണുകയാണ് എങ്കിലും ഏതോ ഒരു ശക്തി, ദുർശക്തി ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. എന്തെല്ലാം ചെയ്താലും പുരോഗതി ഇല്ലാത്തതായ അവസ്ഥ, രോഗദുരിതങ്ങൾ മൂർച്ഛിക്കുന്നതായ അവസ്ഥ, രോഗദുരിതങ്ങൾ കടന്നു വരുന്നതായ സാഹചര്യം, മാറാവ്യാധികൾ, മാനസിക സ്വസ്ഥത നഷ്ടമാവുക, ദുർമരണങ്ങൾ സംഭവിക്കുക, സാമ്പത്തിക ദോഷകരമായ കാര്യങ്ങൾ, സാമ്പത്തികം ശോഷിക്കുന്നതായ അവസ്ഥ, ജീവിതം നിലത്തോട് നിലം കുത്തിയതായ അവസ്ഥ, കൈവിട്ടു പോകുന്നതായ സാഹചര്യം. കൂടാതെ ഒരു കാര്യം പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നില്ല. മറിച്ച് അവിടെ താമസിക്കുന്നവരിൽ ഈശ്വരാധീനം കൂടുതലുള്ള അല്ലെങ്കിൽ പുറത്തു നിന്നും വരുന്ന ഒരു വ്യക്തിക്കാണ് എങ്കിലും ഈ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ആ ലക്ഷണങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തേതായ ലക്ഷണമായി പരാമർശിക്കുന്നത് കാക്കയുമായി ബന്ധപ്പെട്ടാണ്. കാക്ക പുറത്തിരുന്ന് നിർത്താതെ കരയുന്നതായ സാഹചര്യം. കാക്കയെക്കുറിച്ച് നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. കാക്ക ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ്. യമദേവനുമായി ബന്ധപ്പെട്ടും പരാമർശിക്കുവാൻ സാധിക്കും. ഈശ്വരാധീനമുള്ള ഒരു പക്ഷി തന്നെയാണ് കാക്ക. നിമിത്ത ശാസ്ത്രത്തിൽ വലിയ സ്ഥാനം കാക്കയ്ക്കുണ്ട്. എന്നാൽ നിത്യവും കാക്ക നിങ്ങളുടെ ഗൃഹത്തിൽ വന്ന് കരയുന്നു എങ്കിൽ, അത് പ്രത്യേകിച്ചും അതിരാവിലെയാണ് എങ്കിൽ ദോഷകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിരാവിലെ ആഹാരം അല്ലെങ്കിൽ ജലം അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്നതായ അവസരത്തിൽ നിങ്ങൾ നൽകിയതായ ആ ജലമാണ് എങ്കിലും ആഹാരമാണ് എങ്കിലും സ്വീകരിക്കാതെ മാറിയിരുന്ന് കരയുന്നു. ആ വീട്ടിൽ ദുർശക്തിയുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. കാക്ക വരാതിരിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതും ശുഭകരമല്ല. അതായത് തൊട്ടപ്പുറത്തെ വീടുകളിൽ ധാരാളമായി കാക്ക വരുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കാക്ക പോലും പ്രവേശിക്കാത്തതായ അവസ്ഥ, ഇത്തരമൊരു സാഹചര്യമുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല സാഹചര്യം എന്ന് തന്നെ അർത്ഥമാക്കാം. വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവായ എനർജി ഉണ്ട് എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. പരിഹാരം വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത് ഇപ്രകാരമാകുന്നു: ഗോമൂത്രം, അതോടൊപ്പം കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം എന്നിവ ഗോമൂത്രത്തിൽ കലക്കി മാവില ഉപയോഗിച്ച് ഈ ജലം നിങ്ങളുടെ വീടിന് ചുറ്റും തളിക്കുക. നിത്യവും 21 ദിവസം ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. പിന്നീട് എല്ലാ വെള്ളിയാഴ്ചകളിലും സാമ്പ്രാണി പോയിക്കുക. കാക്കകൾക്ക് ആഹാരം നൽകുക. നിങ്ങളുടെ വീട്ടിൽ നിന്നും അത്തരം ദുഷ്ടശക്തികളുടെ സാന്നിധ്യം കുറയും എന്നതാണ് വാസ്തവം. മറ്റൊന്ന് പല്ലിയാണ്. പല്ലിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈവികമായ ഒരു ജീവിയായി കണക്കാക്കാം. വരുംവരായികളെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്ന ഒരു ജീവി എന്ന പ്രത്യേകത പല്ലിക്കുണ്ട്. പല്ലി വീട്ടിൽ ഇല്ല, അതായത് പല്ലിയെ ഇല്ലാത്തതായ സാഹചര്യം, പല്ലിയുടെ ഒച്ച കേൾക്കാനേ ഇല്ല എങ്കിൽ ഉറപ്പിക്കാം ആ വീടുകളിൽ ദുഷ്ടശക്തികളുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാകുന്നു. പൂജാമുറിയിൽ കാണുന്നത് ശുഭകരം തന്നെയാണ്. എന്നാൽ 3 പല്ലിയെ ഒരുമിച്ച് കാണുന്നത് അതീവ ശുഭകരവുമാകുന്നു. എന്നാൽ നിങ്ങളുടെ വീടുകളിൽ ധാരാളമായി പല്ലികളുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്നാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. എന്നാൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ശബ്ദം കേൾക്കുന്നതും കാണുന്നതും ശുഭമാണ്. തുളസിയുടെ അരികിലായി കാണുന്നതും ഉത്തമം തന്നെയാകുന്നു. തുളസിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. പെട്ടെന്ന് തുളസി കരിഞ്ഞു പോകുന്നതായ സാഹചര്യം. പവിത്രമായ ചെടി തന്നെയാണ് തുളസി. എന്നാൽ തുളസി പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു എങ്കിൽ അത് ശുഭകരമല്ല. ജാഗ്രത നിങ്ങൾ പുലർത്തേണ്ടതായ ഒരു കാര്യമാണ്.
പ്രത്യേകിച്ചും നെഗറ്റീവായ ഊർജം ഉണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. വെറ്റിലക്കൊടി ഇപ്രകാരം ഉണങ്ങുന്നതും ശുഭകരമല്ല എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ ഉണങ്ങിയ ചെടി പിഴുതു മാറ്റുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നേരത്തെ തയ്യാറാക്കിയ മിശ്രിതം നാം ഉണങ്ങിയ ചെടിയുടെ ആ സ്ഥലത്ത് തളിച്ച് വീണ്ടും ചെടി നട്ടുപിടിപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതായത് മുൻപ് പരാമർശിച്ചതായ ആ ജലം നിങ്ങൾ ഇപ്രകാരം തയ്യാറാക്കി തളിച്ചതിന് ശേഷം വീണ്ടും ചെടി നട്ടു വളർത്തുക. വിഷജന്തുക്കൾ എത്ര വൃത്തിയോടെയും എത്ര ശുദ്ധിയോടെയും വീടിനെ സൂക്ഷിച്ചാലും വിഷജന്തുക്കൾ വീടുകളിൽ ധാരാളമായി പ്രവേശിക്കുകയോ പല അവസരങ്ങളിലും വിഷജന്തുക്കളെ കാണുകയും ചെയ്യുന്നത് ശുഭകരമല്ല. തേൾ, പഴുതാര, വിഷപ്പാമ്പ് എന്നിവയെ പലപ്പോഴായി വീടുകളിൽ കാണുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായ സാഹചര്യം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് വലിയ ദോഷത്തിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. പല രീതിയിലും തിരിച്ചടികൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരം എന്ന് പറയുന്നത് കല്ലുപ്പ് ജലം ഇവിടെ തളിക്കുക എന്നുള്ളതാണ്. വീട് ശരിയായ രീതിയിൽ വൃത്തിയാക്കിയതിനു ശേഷം കല്ലുപ്പ് ജലം തളിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായി ഭവിക്കും. 7 ദിവസം തുടർച്ചയായി സാമ്പ്രാണിയുടെ പുക പുകയ്ക്കുക. വൈകുന്നേരമാണ് പുകയ്ക്കേണ്ടത് എന്ന കാര്യവും ഓർക്കണം. ഇപ്രകാരം 7 ദിവസം നിങ്ങൾ തുടർച്ചയായി പുകയ്ക്കുകയും അതോടൊപ്പം വീട്ടിൽ ഈ ജലം കൂടി തളിക്കുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തീരും. മറ്റൊന്ന് സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ്. സ്വപ്നവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. ദുഷ്ടശക്തികളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ ആ സ്വപ്നങ്ങൾ, അതായത് വളരെ പേടിപ്പെടുന്നതായ സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷവും അത് തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആക്രമിക്കപ്പെടുന്നതായി കാണുകയാണ് എങ്കിൽ ശുഭകരമല്ല. ഇപ്രകാരം കാണുകയാണ് അഥവാ ദുസ്വപ്നങ്ങൾ സ്ഥിരമായി കാണുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം വീടുകളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടാതെ ഒരു നാരങ്ങ നിങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒഴിഞ്ഞ് പുറത്തുപോയി അവ 2ആയി മുറിച്ച് കളയുക. തിരിഞ്ഞു നോക്കാതെ കൈയും കാലും മുഖവും കഴുകി നിങ്ങൾ വീട്ടിലേക്ക് തിരികെ പ്രവേശിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം കുറയ്ക്കുന്നതിനും ഒഴിവാക്കുവാനും സഹായകരമാണ്. ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരും. നിങ്ങൾ പ്രതീക്ഷിക്കാതെയായിരിക്കും ഈ മാറ്റങ്ങൾ കടന്നു വരിക. പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിഷമം തട്ടുന്നതായ സാഹചര്യം, മനസ്സിന് കട്ടിയില്ലാത്തതായ സാഹചര്യം, എപ്പോഴും വിഷമം, ഭയം, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, എത്ര ഉറങ്ങിയാലും പോരാത്തതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് പതിവില്ലാത്തതായ കാര്യങ്ങളാകാം. നിങ്ങൾ ഇപ്രകാരമായിരിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പിന്നീട് മാറ്റങ്ങളാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആക്റ്റീവായിരുന്ന വ്യക്തികൾ ആക്റ്റീവ് അല്ലാത്തതായ അവസ്ഥ വന്നു ചേരാം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ ഒരു ഗ്ലാസ് ജലത്തിൽ പഴുത്ത നാരങ്ങ ഇട്ട് വയ്ക്കുക. കിഴക്ക് വശത്തായി നിങ്ങൾ സൂക്ഷിക്കണം. നാരങ്ങ ഇട്ട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നാരങ്ങ കേടാകുന്നതിന് മുൻപ് തന്നെ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ജലവും നാരങ്ങയും മാറ്റി വീണ്ടും സ്ഥാപിക്കുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ 3 വെള്ളിയാഴ്ച മുടക്കം കൂടാതെ രക്തപുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾ നടത്തണം. ആ കുങ്കുമം നിങ്ങൾ കയ്യിൽ കരുതുന്നതും ശുഭകരമാണ്. കൂടാതെ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് ക്ഷേത്രത്തിലെ കുങ്കുമമാണ് എങ്കിലും അവ വീടുകളിൽ കൊണ്ടുവന്ന് നിത്യവും ശുദ്ധിയോടെ അണിയുന്നതും ഇത്തരം നെഗറ്റീവായ ഊർജത്തിന്റെ പ്രഭാവം കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. മറ്റൊന്ന് ദുർഗന്ധമാണ്. വീട് നിങ്ങൾ എത്ര തന്നെ വൃത്തിയാക്കിയാലും ദുർഗന്ധം വമിക്കുന്നതായ സാഹചര്യം ഇപ്രകാരം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ വീട്ടിൽ കല്ലുപ്പിട്ട ജലം കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു ദിവസം മാത്രമല്ല, നിങ്ങൾക്ക് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഇപ്രകാരം ചെയ്യുക.
ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ ദുർഗന്ധം അകന്ന് കിട്ടുന്നതാണ്. ചില്ലുപാത്രവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കാം. ചില്ലുപാത്രങ്ങൾ താഴെ വീണ് ഉടയുന്നതായ സാഹചര്യം, അത് ചില്ലിന്റെ മറ്റു വസ്തുക്കളാണ് എങ്കിലും ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവമായി കണക്കാക്കാം. ഇപ്രകാരം സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഈ സമയം നിങ്ങൾ നെയ്വിളക്കോ അല്ലെങ്കിൽ എണ്ണയോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. കുടുംബക്ഷേത്രത്തിൽ വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾക്ക് സാധിക്കുന്നതായ മറ്റു വഴിപാടുകൾ അല്ലെങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയമാണ് എങ്കിലും സമർപ്പിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ഇപ്രകാരം പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം, അത് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം മാറ്റിവെക്കുക. അധികം താമസിയാതെ തന്നെ പോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും ഈ പരിഹാരം കൂടി നിങ്ങൾ ഏവരും ചെയ്യുക.